നമസ്കാരം. പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഗാനങ്ങൾ വലിയ രീതിയിൽ അവർ സ്വീകരിക്കുന്നു, വലിയ രീതിയിൽ അവർ പാട്ട് കേൾക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാൻ സർക്കാരിനെയും അസീം മുനീറിനെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനെയും അതോടൊപ്പം തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനിലെ ഗാനങ്ങളോടോ പാകിസ്ഥാനിലെ ദേശീയ ഗാനത്തോടോ ഒന്നും പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ല. അവർ കാണുന്നതും അവർ ഏറ്റുപാടുന്നതും അവർ നെഞ്ചത്ത് കൈവച്ചൊക്കെ പാടുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പുറത്താക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർവകലാശാല. പാകിസ്ഥാനിലെ ഖൈബർ പക്ത്വ പ്രവിശ്യയിലെ ചർസദ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബച്ചാ ഖാൻ സർവകലാശാലയിലെ ചില വിദ്യാർത്ഥികളാണ് സർവകലാശാലയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ജനഗണമന ആലപിച്ചത്. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ സർവകലാശാലയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഫാർമസിസ്റ്റിന് പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ സംഗീത പരിപാടി നടത്തിയത്. 3-ാം വർഷ ഫാർമസി വിദ്യാർത്ഥിയായ ജുബ്രാൻ റിയാസ് ഇന്ത്യൻ ഗാനങ്ങളോടുള്ള തന്റെ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന നെഞ്ചിൽ കൈവച്ച് ആലപിക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന ജുബ്രാന്റെ സുഹൃത്തും 4-ാം വർഷ ഫാർമസി വിദ്യാർത്ഥിയുമായ സയ്യിദ് റിയാസും അഹമ്മദ് ജുബ്രാനെ പിന്തുണയ്ക്കുകയും നെഞ്ചിൽ കൈവച്ച് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. അടുത്തു നിന്നവരും ആവേശത്തോടെ ജയ ഹേ എന്ന് ഏറ്റുവിളിക്കുകയായിരുന്നു. അതായത് പാക് സർവകലാശാലയിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ ഒന്നടക്കം ജയ 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 ഹേ എന്ന് ഏറ്റുവിളിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ മറ്റു വിദ്യാർത്ഥികൾ ഇതിന്റെ വീഡിയോ പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഖൈബർ പക്ത്വയിലെ ബച്ചാ ഖാൻ സർവകലാശാല ഭരണകൂടം ജുബ്രാൻ റിയാസിനെയും 4-ാം വർഷ വിദ്യാർത്ഥിയായ സയ്യിദ് റിയാസ് അഹമ്മദിനെയും 2-ാം വർഷ വിദ്യാർത്ഥികളായ ബഷീർ ഖാൻ, മുറാദ് ഖാൻ എന്നിവരെയും കോളേജിൽ നിന്ന് പുറത്താക്കി. ദേശീയവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സർവകലാശാല ഹോസ്റ്റൽ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഇവരെ 4 പേരെയും പുറത്താക്കിയത്. അക്ഷരാർത്ഥത്തിൽ പാക് സർവകലാശാലയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സർക്കാരും ഈ വീഡിയോ കൊണ്ട് ഞെട്ടി. ഇന്ത്യയോട് ഇത്ര വലിയ സ്നേഹം, ഇന്ത്യയുടെ ദേശീയ ഗാനം അവർ നെഞ്ചത്ത് കൈവച്ച് ഒരേ താളത്തിൽ ഒരേ സ്വരത്തിൽ പാടുന്നു എന്നതാണ് പാകിസ്ഥാനെ വരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്.